ഈ സ്വാതന്ത്ര്യദിനത്തിലും ഡിവൈഎഫ്ഐ പ്രവർത്തകർ പതിവ് പോലെ വിവിധ കേന്ദ്രങ്ങളിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് വിവിധ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിന പരിപാടി നടത്തിയത്. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനുമെതിരെ ഉണരണം ഇന്ത്യ, പൊരുതണം യുവത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിൽ റാലിയും പൊതുസമ്മേളനങ്ങളും നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. മടിയനിൽ നിന്നും ആരംഭിച്ച യുവജന റാലി ചാമുണ്ടിക്കുന്നിൽ സമാപിച്ചു. തുടർന്ന് ഇവിടെ നടത്തിയ പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന ട്രഷറർ KS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പരീക്ഷാ ഏജൻസികൾ അഴിമതിക്കാരുടെ ഉപകരണങ്ങളായി മാറിയിരിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തിയ അദ്ദേഹം പരീക്ഷയുടെ മറവിലെ അഴിമതിക്കെതിരെ ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി യുവജന സമരങ്ങൾക്ക് മുന്നിൽ ഫാസിസ്റ്റ് ശക്തികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നുവെന്നും കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് ഭരണത്തിന്റെ അന്ത്യത്തിന് തുടക്കമാണ് ഡൽഹിയിൽ ആരംഭിച്ചതെന്നും അഭിപ്രായപ്പെട്ടു. ഉപകരണമായി മാറുകയാണ് പരീക്ഷ. ദശലക്ഷക്കണക്കിന് കുട്ടികൾ തങ്ങളുടെ ജീവിതത്തിന്റെ ഏക ലക്ഷ്യവും പ്രതീക്ഷയുമായി മുന്നോട്ട് കാണുന്ന JEE, UET, അതുപോലെ തന്നെ UGC നെറ്റ്, അതുപോലെ വിവിധങ്ങളായ പരീക്ഷകൾ നടത്താൻ ചുമതലപ്പെടുത്തിയ NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തുടങ്ങിയ വിവിധ കേന്ദ്ര പരീക്ഷാ ഏജൻസികളെല്ലാം അഴിമതിക്കാരുടെ കയ്യിലെ ഉപകരണങ്ങളായി മാറുകയാണ്. രാജ്യത്തെ പൊതുപരീക്ഷകൾക്ക് മുകളിലുള്ള വിദ്യാർത്ഥി സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും എല്ലാ വിശ്വാസ്യതയെയും അതിന്റെ ക്രെഡിബിലിറ്റി പൂർണ്ണമായി തകരും വിധത്തിലാണ് നമ്മുടെ നാട് ഇന്ന് ചെന്നെത്തി നിൽക്കുക. ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് യതീഷ് വാരിക്കാട്ട് അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K സബീഷ്, V ഗിനീഷ്, VV തുളസി, ഡോക്ടർ AR ആര്യ, C ഋഷിത എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി കൺവീനർ N ദീപുരാജ് സ്വാഗതം പറഞ്ഞു. ഡിവൈഎഫ്ഐ നീലേശ്വരം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റാലിയിലും പൊതുസമ്മേളനത്തിലും നിരവധി യുവജനങ്ങളുടെ പങ്കാളിത്തമുണ്ടായി. പാലക്കാട്ട് കേന്ദ്രീകരിച്ച് ആരംഭിച്ച യുവജന റാലി പൊതുസമ്മേളന നഗരിയായ ചിറപ്പുറം ആലങ്കീഴിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് AN കൃഷ്ണദാസ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയപ്പോൾ അവിടുത്തെ MLA സ്ഥാനം രാജിവെച്ചു. 1.5 കൊല്ലം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 56,700 വോട്ടിനാണ് ജയിച്ചത്. ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിട്ട് രാജിവെച്ചപ്പോ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റിന്റെ മണ്ഡലത്തിൽ 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ BJP തോൽക്കാൻ തുടങ്ങി. തോറ്റിരിക്കുന്നു BJP. ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ മുകളിൽ ഭയത്തിന്റെ കരിപ്പടം പുതപ്പിക്കാൻ ആരൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം ജനങ്ങൾ വെള്ളം പുതച്ച് കിടത്തിയിട്ടുണ്ട്. 77 ഇന്ദിരാഗാന്ധിയെ ഉൾപ്പെടെ. ചടങ്ങിൽ P അഖിലേഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ P കരുണാകരൻ, M രാജൻ, PP മുഹമ്മദ് റാഫി, അമൃത സുരേഷ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് ട്രഷറർ A അഭിജിത്ത് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. K സനുമോഹൻ സ്വാഗതം പറഞ്ഞു. VV ജിതേഷ്, OM സച്ചിൻ, KP നിതീഷ്, AR അഗജ, MK ധനേഷ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി.